തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള വഴികൾ തേടുകയാണ് LDF. കയ്യിൽ വെച്ച് അനുഭവിച്ചിരുന്ന കോർപ്പറേഷനുകൾ ഒന്നാകെ പ്രതിപക്ഷം പിടിച്ചെടുക്കുകയും ഗ്രാമപഞ്ചായത്തുകളിൽ അട്ടിമറി വിജയം നേടുകയും ചെയ്തതോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭിക്കുന്നതിനുള്ള കുറുക്കു വഴികളാണ് CPM തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയോടെ ചിന്നിച്ചിതറി നിൽക്കുന്ന LDF എന്ന മുന്നണിയെ ഒറ്റക്കെട്ടായി നിലനിർത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. കേന്ദ്ര സർക്കാരിനെതിരെ LDFിലെ കക്ഷികളെ ഇറക്കിയൊരു വലിയ സമരം. പിന്നാലെ സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരെ കേരളം മുഴുവൻ പറഞ്ഞയച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എത്തിക്കുക, ഇതൊക്കെയാണ് LDF ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ തീരുമാനങ്ങൾക്ക് മേൽ വെള്ളം കോരിയൊഴിക്കുന്ന സമീപനമാണ് ജോസ് കെ മാണിയിൽ നിന്നുണ്ടാകുന്നത്. ആദ്യം പറഞ്ഞ കർമ്മപരിപാടികൾ പ്രാവർത്തികമാക്കുവാൻ LDF വിളിച്ചു ചേർത്ത യോഗം ബഹിഷ്കരിച്ചാണ് ജോസ് കെ മാണിയും കൂട്ടരും ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച തലസ്ഥാനത്താണ് യോഗം ചേർന്നത്. എന്നാൽ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, കൃത്യമായ വിശദീകരണം പോലും കേരള കോൺഗ്രസ് മാണി വിഭാഗം നൽകിയില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണി യോഗത്തിലെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പെട്ടെന്ന് അറിയിച്ച യോഗമായതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ തലസ്ഥാനത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും യോഗത്തിൽ എത്തുവാനോ അഭിപ്രായം പറയുവാനോ മെനക്കെടാത്തതിന് പല മാനങ്ങളും നൽകുന്നുണ്ട് മാധ്യമങ്ങൾ. വലുതും ചെറുതുമായ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും യോഗത്തിന് എത്തിയപ്പോൾ ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും അസാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാം. ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം ഉറപ്പായും യോഗത്തിന് എത്തേണ്ടിയിരുന്നു എന്നും മുന്നണിക്കുള്ളിൽ അഭിപ്രായമുയർന്നു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയോ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജോ ആണ് സാധാരണ മുന്നണി യോഗത്തിന് എത്തുന്നത്. എന്നാൽ രണ്ടുപേരും വിട്ടുനിന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചാ വിഷയമായിരിക്കെ സംഭവിച്ച മുന്നണി യോഗത്തിലെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുള്ള ചർച്ചയായി കഴിഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPMനെ കുറ്റം പറഞ്ഞു തുടങ്ങിയ ജോസ് കെ മാണിയും സംഘവും മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ തേടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ KM മാണി കാത്തു സൂക്ഷിച്ച പാലാ മണ്ഡലം കേരള കോൺഗ്രസിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി വഴുതിപ്പോയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. 1985 ശേഷം ആദ്യമായി പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ നിന്ന് മാണിയുടെ പാർട്ടി പൂർണ്ണമായി ഔട്ടായിരിക്കുകയാണ്. 1965 മുതൽ 2019 വരെ പാലാ നിയമസഭാ മണ്ഡലവും ചുറ്റുമുള്ള പ്രാദേശിക ഭരണ കേന്ദ്രങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന മാണി സാറിന്റെ പാർട്ടി ഇതാദ്യമായി നിഷ്പ്രഭമായി പോയ ദിനമാണ് കടന്നുപോയത്. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കുകയാണ്. 21-കാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം UDF പിന്തുണയോടെ ചെയർപേഴ്സണായി കഴിഞ്ഞു. KM മാണിയുടെ പിന്തുടർച്ചാവകാശിയായി രാഷ്ട്രീയത്തിലേക്ക് വന്ന മകൻ ജോസ് കെ മാണിയുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെ 2019 മുതൽ മണ്ഡലം കൈവിട്ട അവസ്ഥയിലാണ്. ജോസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും കരുനിഴൽ വീഴുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ UDFനൊപ്പം ചേരണമെന്ന് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. നിലവിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം ജോസിന്റെ പാർട്ടിക്കൊപ്പമല്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും UDF ആണ്. പാലാ നിയോജക മണ്ഡലവും വലതുപക്ഷം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോട്ടയത്ത് ഇനിയും LDFന്റെ മൂട് താങ്ങി നടന്നാൽ അത് ആത്മഹത്യാപരമാണെന്ന് ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അടിയന്തരമായി ഈ കാര്യങ്ങളിലടക്കം തീരുമാനം കൈക്കൊള്ളേണ്ട അവസ്ഥയിലാണ് ജോസ് കെ മാണി നിൽക്കുന്നതെന്നും കാണാൻ സാധിക്കും.